ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, പത്മവിഭൂഷൺ 5 പേർക്കാണ്. അവരുടെ കാര്യങ്ങളായിരുന്നു ബൽറാം പറഞ്ഞുകൊണ്ടിരുന്നത്. തുടരാം. ഗൂഗിൾ പത്മവിഭൂഷൺ 5 പേർക്കാണ്. ശ്രദ്ധേയമായ പേര് മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന്റേതാണ്. ഇത് കൂടാതെ മറ്റ് 3 പേർ കലാമേഖലയിൽ നിന്നുള്ള വൈജയന്തി ബാല, ഒപ്പം തന്നെ ചിരഞ്ജീവി, നർത്തകി, പ്രമുഖ ഭരതനാട്യം നർത്തകി പത്മ സുബ്രഹ്മണ്യം എന്നിവർക്കും പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഇതുകൂടാതെ സാമൂഹിക പ്രവർത്തന മേഖലയിൽ നിന്നും ബിന്ദേശ്വർ പത്തക്കിനും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ബീഹാറിൽ നിന്നുള്ള പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം. മലയാളികളെ സംബന്ധിച്ചിടത്തോളവും അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങൾ ഇത്തവണ പത്മ പുരസ്കാരങ്ങളിലുണ്ട്. പത്മഭൂഷൺ എം ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായി കേരളത്തിൽ നിന്നും പത്മഭൂഷൺ സമ്മാനിച്ചിരിക്കുകയാണ്. മറ്റൊരു പേരാണ് ഒ രാജഗോപാലിന്റേത്. അദ്ദേഹം അല്പസമയം മുമ്പ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഈ പുരസ്കാരത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നത് കേട്ടു. പത്മശ്രീ ഇത്തവണ 110 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ബൽറാം, ഇപ്പോൾ ഒ രാജഗോപാൽ നമ്മളോടൊപ്പം, അവിടെ ഒ രാജഗോപാലിന്റെ വീട്ടിൽ നിന്ന് AV ജയശങ്കർ ചേരുന്നുണ്ട്. അപ്പം മുമ്പ് ഞാൻ പറഞ്ഞതിൽ ഒരു തിരുത്തുകൂടി. 2006 2016 അദ്ദേഹം നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തിരുത്ത് പറയുകയാണ്. ആ കാര്യത്തിൽ ആ വർഷത്തിലൊരു മാറ്റം വന്നു. 2006 2016 അദ്ദേഹം നിയമത്തിൽ നിന്ന് വിജയിച്ചത്.